സാധാരണ ഈ ഓണമായി കഴിഞ്ഞാൽ ഓണം ആഘോഷിക്കരുത്, ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മതപണ്ഡിതന്മാരെ പ്രഭാഷണം കാണാം. ഞാനിന്ന് മാതൃഭൂമിയിൽ വളരെ കൗതുകരമായൊരു വാർത്ത കണ്ടു. ഇന്നത്തെ മാതൃഭൂമിയിലാണ് ഈ വാർത്ത ഉള്ളത്. ഇവിടെ ഓണവും അതേപോലെ നബിദിനവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു മുസ്ലിം വിഭാഗത്തെക്കുറിച്ചാണ് ഈ വാർത്ത. ക്രിസ്മസ് ആയാലും പുതുവർഷം ആയാലും ഓണമായാലും വിഷു ആയാലും നബിദിനമായാലും പെരുന്നാളായാലും ഈ ഒരു മുസ്ലിം വിഭാഗം എല്ലാം ഒരുപോലെ ആഘോഷിക്കും. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ഓണാഘോഷം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് നബിദിനാഘോഷം ഉണ്ടായിരുന്നത്. ഇത്തവണ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്ന് തിരുവാതിരക്കളി, പൂക്കള മത്സരം, ഇങ്ങനെ ഇതൊക്കെ ആഘോഷിക്കുന്ന ഒരു മുസ്ലിം വിഭാഗം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഈ ഒരു വിഭാഗം കൂടുതലായിട്ടുള്ളത്. ഇവർ കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള നക്ഷബന്ദിയ എന്ന് പറയുന്ന ഒരു സൂഫി മാർഗത്തിലുള്ള ആളുകളാണ് ഇങ്ങനെ ഈ നബിദിന എന്താ പറയുക ഓണത്തിൻ്റെ അന്ന് തിരുവാതിരക്കളിയും ഇങ്ങനെയുള്ള മറ്റേ കളികളൊക്കെ ചേർത്തുകൊണ്ടുള്ള ആഘോഷങ്ങൾ അവരുടെ ആശ്രമത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ്. കൊടുവള്ളി ആസ്ഥാനമായുള്ള PV സയ്യിദ് ഷാഹുൽ ഹമീദാണ് അവരുടെ പ്രധാന ഗുരു. ഇതിൻ്റെ ഒരു വാർത്തയിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞു കേട്ടാ. ഖലീഫയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് പിന്തുടരുന്നവരാണ് നക്ഷബന്ദിയ. എല്ലാ സൂഫി മാർഗങ്ങളും നേരെ അലി റളിയല്ലാഹു അൻഹുവിലേക്കും അതോടൊപ്പം തന്നെ അത് ഹബീബായ റസൂലുള്ളാഹിയിലേക്കാണ് എത്തുക. പക്ഷേ ഈ വാർത്ത എഴുതിയ ആളുകൾക്ക് അത് അറിയാഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഇതിനാവുക. ഇവർ പൂക്കളങ്ങളും മാവേലിയും ഓണക്കളികളും മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു മുസ്ലിം വിഭാഗം. ഒരു പക്ഷേ ഇങ്ങനെ ഒരു മുസ്ലിം വിഭാഗത്തെക്കുറിച്ച് അധികം ആർക്കും അറിയുണ്ടാവില്ല. സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ കാണുന്നതാണ്, പൂക്കളിട്ട് കഴിഞ്ഞാൽ അത് ഹറാം, അങ്ങനെ ഒരു വിഭാഗം അതൊന്നും പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം എന്താ അപ്പോൾ അതിട്ടാൽ ഞങ്ങൾ മതത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല, ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടില്ല, ഇങ്ങനെ പരസ്പരം കടിച്ചു കയറുന്നിടത്താണ് ഒരുപാട് ഉസ്താദുമാരുള്ള ഒരു സൂഫി മാർഗത്തിലുള്ള ആളുകൾ ഓണവും നബിദിനവും അതിൻ്റെ സന്തോഷങ്ങളുമൊക്കെ മതങ്ങൾക്കപ്പുറം ഒരുമിച്ച് ആഘോഷിക്കുന്നവരുള്ളത്. ഇവർക്ക് ഓണക്കിറ്റ് കൊടുക്കും, അതേപോലെ ഹിന്ദുക്കൾക്ക് മറ്റേ ഒരുപാട് കിറ്റുകളും സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കലുണ്ട്. പിന്നെ ഓണസദ്യ ഉണ്ട്, ഓണമത്സരങ്ങളുണ്ട്. ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു സൂഫി മാർഗം എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. പിന്നെ ഒരു ദേശീയ ആഘോഷമായിട്ടാണ് ഇവർ ഓണത്തിനെ കാണുന്നത്. ഇവരുടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. ഇവരൊരു ഹൈന്ദവ ആഘോഷമായിട്ടല്ല, കേരളത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് ഇവർ കാണുന്നത്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവർക്ക് പുകവലിക്കാൻ പാടില്ല. ഈ ഒരു സൂഫി മാർഗത്തിലുള്ളവർക്ക് പുകവലി ഭയങ്കരമായി തെറ്റാണ്, മദ്യപാനം ഭയങ്കരമായി തെറ്റാണ്. പിന്നെ ആഴ്ച ദിവസം ഖുർആൻ ക്ലാസ്സിന് നിർബന്ധമായിട്ട് പങ്കെടുക്കണം. ഇതൊക്കെയാണ് ഇവരൊരു രീതികൾ. എന്തായാലും ഓണവും നബിദിനവും ഒക്കെ ഒരുപോലെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു വിഭാഗം എന്നുള്ളത് ഒരു പക്ഷേ ചിലർക്കൊരു പുതുമയായിരിക്കും. അതും ഒരു സൂഫി മാർഗത്തിൻ്റെ പേരിലാണ് ഇവരിത് ചെയ്യുന്നത്. നാട്ടിൽ സൗഹാർദ്ദവും സന്തോഷവും ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന കടമ. എന്തായാലും ഇങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ച് മുമ്പ് കേട്ട ആളുകളുണ്ടോ? ഞാൻ ഇവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഏതൊരു പരിപാടിയിൽ ഇതുപോലെ ഓണത്തിന് എന്തിനോട്ടും ഇങ്ങനെ തിരുവാതിരക്കളിയൊക്കെ ഇവരുടെ പർണശാല നടത്തിയതിനെ കുറിച്ച് ഞാൻ മുമ്പ് കണ്ടിട്ടൊക്കെ ഉണ്ട്. കുറച്ചുകൂടി വിശദമായിട്ട് ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ.